ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. നാം ഇന്ന് ധ്യാനിക്കുന്ന തിരുവചനം മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളാണ്. തിരുസഭ ഇന്ന് ഈശോയുടെ അപ്പോസ്തലനായ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. സബദിപുത്രന്മാരുടെ മാതാവ് ഈശോയുടെ പക്കൽ വന്ന് ചോദിക്കുന്ന ചോദ്യം, നിന്റെ രാജ്യത്തിൽ എൻ്റെ ഈ 2 പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലതുവശത്തും അപരൻ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ എന്ന്. സബദിപുത്രന്മാരുടെ മാതാവ് ഈശോയോട് വന്ന് ചോദിക്കുന്ന ചോദ്യമാണിത്. ഈശോ പറയുന്നുണ്ട്, നീ ചോദിക്കുന്നത് എന്താണെന്ന് നീ അറിയുന്നില്ല. എന്നിട്ട് പിന്നീട് അവൻ യാക്കോബ് ശ്ലീഹായോടും യോഹന്നാനോടും ചോദിക്കുന്നുണ്ട്, ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറയുക, ഞങ്ങൾക്ക് കഴിയും. അതെ, ഈശോയോട് ചേർന്നിരിക്കണം എന്ന് ഏറെ ആഗ്രഹിച്ചത് കൊണ്ടല്ലേ അവർ ഒരുപക്ഷെ തൻ്റെ മാതാവിനോട് ഇതിനെക്കുറിച്ച് ഈശോയോട് ചോദിക്കുവാൻ അഭ്യർത്ഥിച്ചിരിക്കുക. പലപ്പോഴും നമുക്കറിയാം, ചില കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അമ്മമാരെയാണ് നമ്മളൊക്കെ മുൻനിർത്തുക. ഇവിടെയും ഒരുപക്ഷെ ഈ അപ്പോസ്തലന്മാര് തൻ്റെ മാതാവിനെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഈശോയുടെ ഇടത്തും വലത്തും തങ്ങളെ നിർത്തണം എന്ന അഭ്യർത്ഥനയോടെയാണ്. എന്നാൽ ഉറച്ചൊരു തീരുമാനത്തോടെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ അതിനുവേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവാറുണ്ടോ നമ്മളൊക്കെ? സ്വാർത്ഥ താല്പര്യമെന്ന് ചിലരൊക്കെ ഇതിന് വിളിച്ചാലും ഉള്ളിൻ്റെ ഉള്ളില് ഏത് ത്യാഗവും ക്രിസ്തുവിന് വേണ്ടി ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ഒരു ശിഷ്യനെയല്ലേ നമ്മളിവിടെ കണ്ടുമുട്ടുക. ഏത് വേദനയും, ഏത് അസ്വസ്ഥതയും, ഏത് പ്രശ്നവും ക്രിസ്തുവിന് വേണ്ടി ഞാൻ നേരിടാൻ തയ്യാറാണ് എന്ന് ചങ്കുറപ്പോട് പറയുന്ന അപ്പോസ്തലൻ. ഈ അപ്പോസ്തലന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നീയും ഞാനും നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇത് തന്നെയല്ലേ? ഏത് പ്രശ്നാവസ്ഥയിലും, ഏത് പ്രതിസന്ധിയിലും ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് ചങ്കുറപ്പോടെ പറയുവാൻ നമ്മളിൽ ആർക്കൊക്കെ കഴിയും? രക്തസാക്ഷികളായ ഒരുപാട് വിശുദ്ധരെ കൈമുതലാക്കിയിട്ടുള്ള കത്തോലിക്ക സഭയിലെ അംഗങ്ങളാണ് നിങ്ങളും ഞാനും. പക്ഷെ പലപ്പോഴും ഇത്രയേറെ മാതൃക നൽകിയ ഈ വിശുദ്ധരെ പോലെ ചങ്കുറപ്പോടെ പറയുവാൻ, ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കുവാൻ പലപ്പോഴും നീയും ഞാനും പരാജയപ്പെട്ടിട്ടില്ലേ? നമ്മൾ ഇന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധന്റെ മഹത് ജീവിതത്തിലെ തിരുവചനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ദിനം തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കാം, ഈ വിശുദ്ധനോടൊപ്പം ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാൻ, എല്ലാ പ്രതിസന്ധികളെയും ക്രിസ്തുവിന് വേണ്ടി തരണം ചെയ്യുവാൻ ദൈവമേ ഞങ്ങൾക്കും നീ കൃപ നൽകണമേ എന്ന്. ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും ക്രിസ്തുവിനു വേണ്ടി സധൈര്യം നേരിടുവാൻ നമുക്കും ശക്തി ഉണ്ടാകട്ടെ, ഓജസ് ഉണ്ടാകട്ടെ. ഈ വിശുദ്ധന്റെ മധ്യസ്ഥത്തിലൂടെ നമുക്ക് ക്രിസ്തുവിനോടൊപ്പം, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിലൂടെ എല്ലാം നേടുവാനും നേരിടുവാനും വേണ്ട ധൈര്യം പ്രാപിക്കുവാൻ കഴിയട്ടെ. ആമേൻ.